ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജ് സൈഡിലാണ്. രാവിലെ ബാലരാമപുരം തൊട്ട് നമ്മുടെ വെൺപാലവട്ടം സബീൻ ഹോസ്പിറ്റൽ വരെ ഒരു ഓഫ്ലൈൻ ട്രിപ്പ് കിട്ടി. അങ്ങനെ രാവിലെ അതും എടുത്തുകൊണ്ട് വന്നു. 10 മണിക്ക് അവർക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ടാക്കി. എന്നിട്ട് വെൺപാലവട്ടത്ത് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും കിട്ടിയില്ല. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുമാരപുരം സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ നിന്നൊരു ട്രിപ്പ് അടിച്ചു. അത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ ഡ്രോപ്പ് ചെയ്യാനാണ്. ഇന്നും നല്ല ട്രാഫിക് ഉണ്ട് റോഡ്. അപ്പോൾ ആ ട്രിപ്പ് കസ്റ്റമർ എടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഈ സൈഡെല്ലാം. മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. നവരംഗം ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനിലാണ് പിക്കപ്പ് കാണിച്ചത്. ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് മാറി. ഇത് മെഡിക്കൽ കോളേജ് മുറിഞ്ഞപാലം റോഡാണ്. ഇനി അവിടെ പോയി നമുക്ക് യു ടേൺ എടുത്ത് വരണം. യു ടേൺ എടുത്ത് റൈറ്റ് സൈഡിലാണ് പിക്കപ്പ്. നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് ഇവരെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ട്രിവാൻഡ്രം സൂവിലുള്ള ഡ്രോപ്പ് കഴിഞ്ഞു. നമ്മളിവിടെ കുറച്ച് നേരം ഒതുക്കിയിട്ടപ്പോൾ നമുക്ക് നന്തൻകോടെന്ന് UST കുളത്തൂർ വരെ പോകാനുള്ളൊരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ ആ ട്രിപ്പ് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോകാം. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എബോ 200 കാണിച്ചായിരുന്നു. എന്തായാലും ആ ട്രിപ്പ് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലോട്ട് പോയാൽ നമ്മുടെ സൂവിൻ്റെ എൻട്രി ആണ്. നമുക്ക് വെള്ളയമ്പലം സൈഡിലോട്ട് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ സൂവിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയ ആണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തൂടെ ഉള്ളിലോട്ട് കിടക്കുന്ന ഇൻ്റർലോക്ക് ഇട്ട റോഡാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ട്രിപ്പ് കിട്ടി. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കനകക്കുന്ന് പാലസ്. ഓണം ഡെക്കറേഷനോടനുബന്ധിച്ച് ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഫ്ലവർ ഷോ പരിപാടി കാണും. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെയൊക്കെ വലിയൊരു ഇത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഫ്ലവർ ഷോ കാണാൻ സാധ്യതയുണ്ട്.
ഭയങ്കര ഒരു പരിപാടിയാണ് ഓണത്തിന് ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് കാണണം. നല്ല തിരക്കായിരിക്കും, എന്നാലും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്കിനി ഇവിടെ ഇപ്പം നമ്മൾ വെള്ളയമ്പലം ജംഗ്ഷൻ എത്തി. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കവടിയാർ റൂട്ട് എടുത്ത് കെസ്റ്റൺ റോഡ് ഇറങ്ങി വേണം നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാനുള്ളത്. തമിഴ്നാട് ബസ്സൊക്കെ സിറ്റിക്കകത്ത് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു തേനി ആ റൂട്ട് വഴി വരുന്നതാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം വന്നിട്ട് അത് നാഗർകോവിലോട്ട് പോകും. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. ഇതാണ് കെസ്റ്റൺ റോഡ്. ആ നീല ബോർഡ് കാണുന്നതാണ് ക്രൈസ്റ്റ് നഗർ സ്കൂൾ. ലെഫ്റ്റിലേക്കാണ്. രാവിലെയും ഉച്ച സമയം സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഈ റോഡ്. ഇഷ്ടംപോലെ വണ്ടികളാണ്. കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകാൻ, കൊണ്ടാക്കാൻ പാരൻസും വരും. അല്ലാതെയും ടെമ്പോ, ട്രാവലർ, അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ വരും. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോവേണ്ടത്. ഇതാണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് നേരെ പോകുന്നതാണ് ക്ലിഫ് ഹൗസ്, കുറവങ്കോണം എല്ലാം നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. നന്ദൻകോട് ജംഗ്ഷൻ. നമുക്ക് അവിടെ നിന്നും ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. അല്പ ഫ്രണ്ടിലോട്ട് പോയി. കയറേണ്ടത് നന്ദൻ നഗർ. അപ്പോൾ അതിനകത്ത് കയറി. ഇവിടെ അടുത്ത് എവിടെയാണ് കസ്റ്റമർ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പിന്നെയും റോഡ് തെറ്റി. ലൊക്കേഷൻ കാണിച്ചത് തൊട്ടപ്പുറത്തുള്ള പാരലൽ റോഡിലാണ്. റിവേഴ്സ് പോകൂ ചേട്ടാ, അല്ലാതെ ഈ റോഡിൽ ഒതുക്കാൻ സ്ഥലമില്ല. ആദ്യം കയറിയ റോഡായിരുന്നു കറക്റ്റ്. പക്ഷെ മാപ്പും യൂബറിൻ്റെ ലൊക്കേഷനും നമ്മളെ തെറ്റിച്ചു. യൂബറിൽ പിന്നെ ചെന്ന് വീണത് ഇപ്പുറത്തെ റോഡ്, മാപ്പ് കാണിച്ചതും സെയിം റോഡ്. പക്ഷെ കസ്റ്റമർ നിന്നത് തൊട്ടപ്പുറത്തുള്ള പാരലൽ റോഡ്. അപ്പോൾ ഈ റോഡിലാണ് കസ്റ്റമർ. എന്തായാലും നമുക്ക് കസ്റ്റമറെ പോയി പിക്ക് ചെയ്യാം.
ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഉള്ള USTയിലാണ്. UST കോമ്പൗണ്ടിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമുക്ക് ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു, പേയ്മെൻറ്റ് വാങ്ങിച്ചു. അപ്പം നമുക്കിനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര വെയിലാണ്. അതൊന്നും വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും തണലുള്ള സ്ഥലം നോക്കി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് 12:30 ഒരു ട്രിപ്പ് അടിച്ചതാണ്. അത് കഴിഞ്ഞിതാ ഇപ്പോൾ 2:30 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അടിക്കുന്നത്. ഈ 2 മണിക്കൂറും ട്രിപ്പില്ലായിരുന്നു, കട്ട പോസ്റ്റായിരുന്നു. അല്പസമയം ഉറങ്ങി. ഒരു സമയമൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലും കണ്ട് ഇരുന്നു. അവസാനം UST ഗ്ലോബലിൽ നിന്ന് ആക്കുളം വന്നു, അവിടെ ട്രിപ്പ് അടിച്ചില്ല. അത് കഴിഞ്ഞ് വെൺപാലവട്ടം വന്നു, അവിടെയും ട്രിപ്പ് അടിച്ചില്ല. പിന്നെ കുമാരപുരം വന്നു. കുമാരപുരത്തും ഏതാണ്ടൊരു 1/4 മണിക്കൂർ കിടന്നതിന് ശേഷം എന്താ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. വലിയ ട്രിപ്പൊന്നും അല്ല, ചെറിയ ട്രിപ്പാണ്. കേശവദാസപുരം വരെ ഉള്ളൂ. ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. കസ്റ്റമർ ധൃതി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ചെറുപറ മെസ്സേജ് ഒക്കെ അയക്കുന്നു. വേർ ആർ യു, ഐ എം ലുക്കിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെഡിക്കൽ കോളേജ് ട്രിപ്പ് കഴിഞ്ഞു. അത് ആക്ച്വലി 2 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് പട്ടം, പിന്നെ ഒന്ന് ഇവിടെ പുളിമൂട്, അതായത് തമ്പാനൂരിൻ്റെ അടുത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷൻ്റെ അടുത്താണ്. അവിടെയും ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, വണ്ടി ഒതുക്കി, ചോറൊക്കെ കഴിച്ചു. നല്ല വെയിറ്റ് ചെയ്തു. ഏതാണ്ടൊരു 1.5 മണിക്കൂറോളം പിന്നെ വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. ഇന്ന് കമ്പാരിറ്റീവ്ലി ട്രിപ്പ് കുറവാണ് ട്രിവാൻഡ്രം സിറ്റിയിൽ. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് 200 രൂപയ്ക്കുള്ള ട്രിപ്പാണ്. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ പോവാൻ നമ്മളെ കസ്റ്റമർ ഇവിടെ നിൽപ്പുണ്ട്. ചെയ്യേണ്ടി വന്നില്ല, അതിന് മുമ്പേ തന്നെ ട്രിപ്പ് കിട്ടി. ഇവിടെ പാറോട്ട് കോണത്തുനിന്നാണ് പിക്കപ്പ്. പാറോട്ട് കോണത്തുനിന്ന് കഴക്കൂട്ടം മേനംകുളം ഭാഗത്തേക്കാണ് ട്രിപ്പ്. കുഴപ്പമില്ല, കുറച്ച് ലോങ് ട്രിപ്പാണ്. എന്തായാലും നമുക്ക് പാറോട്ട് കോണം സൈഡിലോട്ട് പോകാം, പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. നമുക്ക് പിക്കപ്പ് ഉള്ളത് TJ ലൈനിൽ നിന്നാണ്. നമ്മൾ TJ ലൈനിൻ്റെ അകത്ത് കയറി നേരെ കാണുന്ന കസ്റ്റമറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. പരുത്തിപ്പാറയിൽ നിന്നായിരുന്നു ട്രിപ്പ്. അപ്പോൾ അത് ഇവിടെ മേനംകുളം സെൻറ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചുണ്ട്. അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്, നല്ല വൈബൊക്കെ ഉള്ളൊരു ബീച്ചാണ്. അപ്പോൾ അവിടെ ആയിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെ അവിടെ നിന്നിപ്പോൾ ചെറിയൊരു ട്രിപ്പ് അടിച്ചു. കഴക്കൂട്ടത്തോട്ടാണ് ഇന്നലെ. അപ്പം അത്രയും ദൂരം കാലി അടിച്ച് പോകണ്ട, ഈ ട്രിപ്പ് എടുത്ത് പോവാം. അപ്പോൾ അടുത്ത കസ്റ്റമറെ പിക്ക് ചെയ്യാം. 700 മീറ്ററേ ഉള്ളൂ പിക്കപ്പ്. ഇവിടെ ഒരു ചർച്ചുണ്ട്, അത്യാവശ്യം നല്ല രസമുള്ള ചർച്ച്. ഫ്രണ്ട്സ്, ഇതാണ് ആ ചർച്ച്. നമ്മുടെ വർക്കല ട്രിവാൻഡ്രം ബീച്ച് റോഡിൽ അതിൻ്റെ അടുത്തിരിക്കുന്ന ചർച്ചാണ് ഇത്. വി ഡൊമിനിക് ദേവാലയം, സെൻറ്റ് ഡൊമിനിക് വെട്ടുകാട്. അപ്പോൾ അതൊരു ചർച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ലൊക്കേഷനിലെത്തി. കസ്റ്റമർ അല്പം ബാക്കിലായിപ്പോയി. അപ്പോൾ പിക്കപ്പ് ചെയ്യാൻ വന്നോ ചോദിച്ചപ്പോൾ ഇല്ല, നിന്നാൽ മതി, നമ്മൾ ഇനി നടന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ബാക്കിൽ നിന്ന് നടന്ന് വരികയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മേനംകുളം ബീച്ചിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് കിട്ടി കഴക്കൂട്ടത്തോട്ട്. അതെടുത്തു. പിന്നെ കഴക്കൂട്ടത്ത് വന്ന് കിടന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. ഏകദേശം ഒരു മണിക്കൂറോളം ആകുന്നു. ട്രിപ്പൊന്നും അടിച്ചില്ല. ഇനി ലൊക്കേഷൻ എന്തായാലും നെയ്യാറ്റിൻകര സൈഡിലോട്ട് വച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ട്രിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവാം. ഇല്ലെങ്കിൽ നേരെ വീട്ടിലോട്ട് പോകണം. CNG അടിക്കണം. 2 പോയിന്റേ ഉള്ളൂ. ഇന്ന് പൊതുവെ ഭയങ്കര ശോകമായിരുന്നു യൂബർ. ട്രിപ്പുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുന്ന ട്രിപ്പുകളെല്ലാം മാച്ചിങ് ആണ് വരുന്നത്. ട്രിപ്പുകളെല്ലാം എമൗണ്ട് കുറഞ്ഞ ട്രിപ്പാണ്. 150, 160, 169, 157 ഭയങ്കര റേറ്റ് കുറഞ്ഞ ട്രിപ്പുകളായിരുന്നു. അതും കിലോമീറ്ററും കൂടുതലുണ്ട്. പിക്ക് ആൻഡ് ഡ്രോപ്പും കിലോമീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കിലോമീറ്റർ ഒരുപാടുണ്ട്. അപ്പം അത് നമുക്ക് മുതലാവുന്ന ട്രിപ്പുകളൊന്നും അല്ല. മാച്ചിങ് ആണ്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ കൺഫേം ട്രിപ്പുകളായിട്ട് അങ്ങനെ ചെറിയ എമൗണ്ടിൽ വന്നിട്ടില്ല. അപ്പം അത്യാവശ്യം ട്രിപ്പുകൾ കുറവായിരിക്കണം. അത് പിന്നെ ഇങ്ങനെ മാച്ചിങ് വരില്ല. ഏതായാലും എന്ത് തന്നെ ആവട്ടെ, കുഴപ്പമില്ല. ഇനി ഈ ആഴ്ച എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നാളെ വ്യാഴവും അല്പം ശോക അവസ്ഥ തന്നെയാണ്. വെള്ളിയോ ശനിയോ അല്പസ്വല്പം ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം. അപ്പൊ അതാണ് ഇപ്പോഴത്തെ യൂബറിന്റെ അവസ്ഥ. ഇനിയിപ്പം അടുത്ത 21ഉം 22ഉം ഒക്കെ സമരമാണെന്ന് പറയുന്നു. യൂബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എല്ലാത്തിലും മിനിമം ചാർജ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മളും അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മളും സമരത്തിൽ പങ്കെടുക്കും. ഈ 2 ദിവസവും നമ്മളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓട്ടോ ഓടില്ല. ഏതെങ്കിലും ഓഫ്ലൈൻ ട്രിപ്പോ പേഴ്സണൽ ട്രിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഓടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ഇപ്പോൾ കുളത്തൂർ സിഗ്നൽ
ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡ്. കാരണം ടെക്നോ പാർക്ക് ഒക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന എംപ്ലോയീസൊക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ടിപ്പറുകൾ തമ്മിൽ മത്സരമാണെന്ന് തോന്നുന്നു. ഒരു ടിപ്പർ മര്യാദയ്ക്ക് പോകുന്നു, മറ്റേ ടിപ്പർ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അടുത്തൊരു ബസ് പോകുന്നു. നമുക്ക് എന്തായാലും ട്രാക്ക് മാറാം. ഈ ടിപ്പറിന്റെ ബാക്കിൽ പോയി കിടന്നിട്ട് കാര്യമില്ല. ഇത് അത്യാവശ്യം വലിയ ടിപ്പറാണ്. എന്തായാലും നമ്മൾ ലുലു മാൾ വരെ എത്തി. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഈ ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. മണി 8 സാധ്യത കുറവാണ്. വലിയ തിരക്കൊന്നുമില്ല. റോഡിൽ നിന്നാൽ കാണാം പിക്കപ്പ് ഡ്രോപ്പ് ഏരിയ ഒഴിഞ്ഞ് കിടക്കുവാണ്. ആരുമില്ല. എന്തായാലും CNG അടിക്കണം. CNG അടിക്കുന്നതിന് മുമ്പൊരു കട്ടൻ ചായ കുടിക്കണം. ചെറിയൊരു വിശപ്പ്. അപ്പോൾ വീടെത്തുന്നത് വരെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കാം. അപ്പോൾ അതിന് നമുക്ക് വൻപാലവട്ടം സൈഡിലോട്ട് ഇറങ്ങാം. അതാകുമ്പോൾ 1-2 കടകളുണ്ട്. മലബാർ ബൈറ്റ്സ് ഉണ്ട്, കുമാർ ടീ സ്റ്റാളുണ്ട്. ഏതിലെങ്കിലും കയറി ഒരു കട്ടൻ ചായ കുടിക്കാം. എന്തായാലും ഇന്നത്തെ ട്രിവാൻഡ്രത്തെ ഓൺലൈൻ ഓഫ്ലൈൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് ചോദിക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഇനിയിപ്പോൾ അടുത്ത് യൂബർ, ഓല, റാപ്പിഡോ, കേരള സവാരി സ്ട്രൈക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.